നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനത്തിലെ പ്രതിയാണെന്നറിഞ്ഞപ്പോൾ പെരുമ്പറ കൊട്ടി നാടെമ്പാടും അറിയിച്ചു. അശരീരികൾ, വീഡിയോകൾ ഇതൊക്കെ നാടെമ്പാടും പ്രചരിപ്പിക്കപ്പെടുകയും അദ്ദേഹത്തിന് പുറകെ പോലീസും മാധ്യമങ്ങളും വേട്ടയാടുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ഇത് തങ്ങളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുകയും ചെയ്തു. എല്ലാ പാർട്ടികളും BJP ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ ഉള്ള പാർട്ടികൾ, അതുപോലെ CPM അതിശക്തമായ നിലയിൽ അദ്ദേഹത്തിന് എതിരെ പ്രതിഷേധങ്ങളുടെ പെരുമ്പറകൾ മുഴക്കി. എന്ന് മാത്രമല്ല, പ്രതിയായിട്ട് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടു പോകുമ്പോഴും പ്രതി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെ അന്വേഷണത്തിനായി സംഭവ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോഴും പോലീസിനെ പോലും മറികടന്നുകൊണ്ട് പ്രതിഷേധ പരമ്പരയുമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവരുടെ പ്രതിനിധികളെല്ലാം തന്നെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിച്ചു. കോഴിയുമായിട്ടും കോഴിയുടെ പടവുമായിട്ടും കോഴിയെ കിട്ടാനില്ലാതെ വന്നപ്പോൾ വെറും കൈയോടെയും പ്രതിഷേധ സമരങ്ങൾ ഇരമ്പി പാലക്കാട്ടും കേരളത്തിലെമ്പാടും അദ്ദേഹത്തിന് സമൂഹത്തിലിറങ്ങി നടക്കാൻ വയ്യാത്ത രീതിയിൽ ഉള്ള സാമൂഹിക വിചാരണയും മാധ്യമ വിചാരണയും ഒക്കെയാണ് നടന്നതെന്ന് നമുക്കറിയാം. അതിൻ്റെ സത്യം ഇതുവരെ പുറത്തിട്ടില്ല. അദ്ദേഹവും വെറും ഒരു കുറ്റാരോപിതനായിരുന്നു. മുകേഷ് എന്ന് പറയുന്ന MLA, ഇപ്പോഴത്തെ MLA ഒരു കുറ്റാരോപിതനാണ്. അതുകൂടാതെ 2 MLAമാരും കുറ്റാരോപിതരാണ്. അവർക്കൊന്നും ഇതുപോലൊരു ഗതികേട് നേരിടേണ്ടതായിട്ട് വന്നിട്ടില്ല. അതിലും വലിയ കുറ്റകൃത്യങ്ങളൊന്നും ഇദ്ദേഹത്തിൻ്റെ മേൽ ചാർത്തിയതായിട്ട് ഇതുവരെ തെളിവില്ല. 3 കേസുകളാണ് ഉണ്ടായിരുന്നത്. 3 കേസുകളിലും മുൻകൂർ കേസിൽ അകത്ത് പോയിട്ടുള്ള ജാമ്യമല്ല, മുൻകൂർ ജാമ്യം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ്. ചോദ്യം ചെയ്യൽ തുടരുന്നത് തുടരട്ടെ, നീതി കിട്ടട്ടെ. നീതി തേടുന്ന സീതമാർക്ക് നീതി കിട്ടിക്കൊള്ളട്ടെ, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ സമാനമായ ഒരു സംഭവം മറ്റൊരു സ്ത്രീക്ക് സംഭവിക്കുമ്പോൾ ഇതുപോലെ നീതി കിട്ടണ്ടേ എന്നുള്ളതാണ് പ്രസക്തവും പ്രധാനവുമായിട്ടുള്ള ചോദ്യം. കേരളത്തിൽ അത് ഉറപ്പുവരുത്തുന്നുണ്ടോ? മാധ്യമങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് പോയിട്ടുണ്ടോ? നമ്മുടെ ബുദ്ധിജീവികളുടെ ശ്രദ്ധ അങ്ങോട്ട് പോയിട്ടുണ്ടോ? സ്ത്രീ പക്ഷപാതികളുടെ ശ്രദ്ധ പോയിട്ടുണ്ടോ? ഒരക്ഷരം അനങ്ങുന്നില്ലല്ലോ. അപ്പോൾ ഈ പീഡന കേസുകളിലും രാഷ്ട്രീയ ഭേദമുണ്ടോ എന്നൊരു സംശയം ഉന്നയിക്കുകയാണ്. അതായത് ചലച്ചിത്ര അക്കാദമിയിൽ, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയിൽ ഔദ്യോഗിക ചുമതല നിർവഹിക്കുന്ന ഒരു സ്ത്രീ, ഡോക്ടർ ആശ ആച്ചി ജോസഫ്, അവർ തന്നെ പേര് വെച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ പേര് പറയാൻ മടിക്കേണ്ടത്. അത്ര വിദ്യാഭ്യാസവും അതുപോലെ ചലച്ചിത്ര ബോധവുമുള്ള ഒരു സ്ത്രീ അവിടെ വച്ച് ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന ആളാൽ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിന്മേൽ എന്തു നടപടി ഉണ്ടായെന്നൊരു അന്വേഷണമെങ്കിലും നടത്തുന്നുണ്ടോ നമ്മുടെ മാധ്യമങ്ങൾ? ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവർ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിച്ചു. കാരണം ഉന്നതങ്ങളിലിരിക്കുന്ന ആളാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല ഏൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇടതുപക്ഷ സഹചാരി ആയിരിക്കുമെന്നുള്ളത് ഒരു സംശയവും വേണ്ട. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പറഞ്ഞു. എന്നിട്ട് അവരുടെ മൊഴി രേഖപ്പെടുത്തിയത് അതിൻ്റെ 4-ാം ദിവസം. എന്തൊരു കാലതാമസമാണ്! ഫയലുകൾ എന്ന് പറയുന്നത് ജീവനുള്ളതാണെന്ന് പറയുന്ന മുഖ്യമന്ത്രി പറഞ്ഞിട്ട് തന്നെ 4 ദിവസം കഴിഞ്ഞാണ് അന്വേഷണത്തിന് വരുന്നത്. അത്രയ്ക്കുണ്ട് അതിന്മേലുള്ള ചൂട്. എന്തൊരു ആശ്ചര്യകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്ത്രീ എന്ന് പറയുന്ന ഇര, അതുപോലെ വേട്ടക്കിരയായവൾ എന്നൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെടുന്ന ഈ സ്ത്രീക്ക് തന്നെ ആക്ഷേപമായിട്ട് തോന്നുന്നതുകൊണ്ടും ആക്ഷിപ്തയായതുകൊണ്ടുമാണ് മലയാളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ, പ്രധാന പത്രത്തിൽ അവരവരുടെ പേര് വെച്ച് തന്നെ ലേഖനം എഴുതിയിരിക്കുന്നത്. ആ പേര് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ടും അനുഭവം ഇതുതന്നെയാണെന്നുള്ളത് വളരെയധികം നമ്മളെ വേദനിപ്പിക്കേണ്ട, നമ്മുടെ സമൂഹത്തിൻ്റെ മനസാക്ഷിയെ തന്നെ മതിക്കേണ്ട ഒരു കാര്യമാണ്. 30ാമത് IFFKയുടെ മലയാളം സിനിമ ഇന്ന് വിഭാഗത്തിൽ സെലക്ഷൻ കമ്മിറ്റി ആകാൻ ചലച്ചിത്ര അക്കാദമിയുടെ ഔദ്യോഗിക ക്ഷണം ലഭിച്ചു വന്ന വ്യക്തിയെയാണ് ഒരു മുൻ സംവിധായകനും കൈരളി ചാനലിൽ പരിപാടി അവതരിപ്പിച്ചിരുന്ന ആളും അതുപോലെ മുൻ MLAയുമായിരുന്ന ഒരു വ്യക്തി പീഡിപ്പിച്ചത് എന്ന ആരോപണം ഉണ്ടായി. അദ്ദേഹം ഇതുവരെ അത് നിഷേധിച്ചിട്ടില്ല. പക്ഷേ നടപടികൾ ഇവിടം വരെയായി നമുക്കൊന്നും അറിയില്ല. ഇരുട്ടിലാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് വന്ന പോലെ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട പോലെ
ഒരു ശിക്ഷാ നടപടി എന്തുകൊണ്ട് അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. ഒരു പെൺ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നടപടി എടുക്കണമെന്നുള്ളതാണ് പുതിയ നിയമം. ഭാരതീയ ന്യായ ശാസന അനുസരിച്ചുള്ള നിയമവും അതുതന്നെയാണ്. അവിടെ യാതൊരു വിധമായിട്ടുള്ള പഴുതുമില്ലാത്ത വിധമാണ്. അപ്പം തന്നെ FIR ഇട്ട് കേസെടുക്കണം. ഇതെവിടം വരെയായി? ഒരു ദിവസം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്ന് പറയുന്നത് കണ്ടു. അദ്ദേഹത്തിൻ്റെ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹം വലിയ ബുദ്ധിജീവിയായും എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന ആളും സിനിമകൾ സംവിധാനം ചെയ്ത് വിജയം നേടിയ ആളുമാണല്ലോ. എന്തേ അദ്ദേഹത്തിന് പ്രതികരണമില്ലാതെ പോയത്? അതെന്തിനാണ് മറച്ചു വയ്ക്കുകയും തമസ്കരിക്കുകയും ചെയ്യുന്നത്? ഔദ്യോഗികമായി വിശദീകരണം ഉണ്ടാവേണ്ടതല്ലേ? പോലീസിൻ്റെ കുറിപ്പുണ്ടാവേണ്ടതല്ലേ? ഇതൊക്കെ രഹസ്യമായിട്ട് വയ്ക്കാനുള്ളതാണോ? ഞങ്ങളിങ്ങനെ ശിക്ഷിച്ചു, മാതൃകാപരമായിട്ട് ശിക്ഷിച്ചു, അതുകൊണ്ട് സ്ത്രീകൾ സുരക്ഷിതരാണെന്നൊരു ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ? പക്ഷേ ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന ആൾക്ക് പോലും ഈ രാജ്യത്ത് സുരക്ഷയില്ലെങ്കിൽ, അവരുടെ മാനം കാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കഴിയുക? ഇപ്പോൾ തന്നെ കേരളം ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനം നടക്കുന്ന സംസ്ഥാനമാണ്. അതിനെ ഒന്നുകൂടി ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണോ, വളർത്താൻ വേണ്ടിയിട്ടാണോ, വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയുള്ള നിശബ്ദതകൾ, ഈ മൗനങ്ങൾക്കും രാഷ്ട്രീയമുണ്ട്. അപ്പം നിങ്ങൾ സ്ത്രീകളുടെ പക്ഷത്തല്ല എന്നുള്ളതാണ് ഈ മൗനം വിളിച്ചറിയിക്കുന്നത്. എന്താ ഒരു പത്രക്കാരനും ഒരു മീറ്റിങ്ങിലും പത്രസമ്മേളനത്തിൽ ഇത് ചോദിക്കാറില്ലല്ലോ. സ്ഥാപിത താല്പര്യമുള്ള ചില കാര്യങ്ങൾ മാത്രമാണല്ലോ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതാണോ കേരളം? ഇതാണോ നമ്പർ 1 കേരളം? സ്ത്രീകളോട് ഇങ്ങനെയാണോ കേരളം പെരുമാറേണ്ടത്? ഒരുപാട് ചോദ്യങ്ങൾ കുന്തമുനകളായിട്ട് തന്നെ നിൽക്കുന്നില്ലേ? അവർക്കിങ്ങനെ ഒരു ലേഖനം എഴുതാണ്ടി വന്നത് അവരുടെ ഗതികേട് തന്നെയല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? അവർ പറയുന്ന വാക്കുകൾ തന്നെ ഉദ്ധരിക്കാം. നിരാശാവലയത്തിൽ അകപ്പെട്ടെങ്കിലും ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടെ നവംബർ 24 മുഖ്യമന്ത്രിക്ക് സംഭവം വിവരിച്ചുകൊണ്ട് രഹസ്യമായിട്ടുള്ള കത്താണ്. 4 ദിവസത്തിനകം 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ്. നല്ല കാര്യം. FIR ഉടൻ ഫയൽ ചെയ്യുമെന്നാണ് അറിയിച്ചത്. ഉടൻ FIR അപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് കൊടുത്താൽ മതി. FIR അപ്പോൾ തന്നെ ഇടാവുന്നതാണ്. അതിനിടയ്ക്ക് 4 ദിവസം കാലതാമസം. വിചിത്രമെന്ന് പറയട്ടെ, ഡിസംബർ 8 ചാനലുകളിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ഈ ഉടൻ എന്ന് പറയുന്നത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഉള്ള ഒരു കാര്യമാണോ? ഗവർണർ റീസണബിൾ ടൈമിൽ ഒപ്പിടണമെന്ന് പറയുന്നത് പോലെ ഇതെന്തേ സമൂർത്തമായിട്ട് എഴുതാത്തത്? ഒരൊറ്റ ദിവസം കൊണ്ട് ഇടാവുന്നേ ഉള്ളൂ. FIR ഒരു മൊഴിയാണ്. ആ മൊഴി തന്നെയാണ് FIR എന്നാണ് ഭാരതീയ ന്യായശാസന. നേരത്തെ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡും അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ എന്തിനാണ് വെച്ചത്? അത് അപ്പോൾ വളരെ വ്യക്തമാണ്. അതിൽ രാഷ്ട്രീയമുണ്ട്. PT കുഞ്ഞുമുഹമ്മദ് CPMൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹം അവർക്ക് ഒരു സീറ്റ് നേടിക്കൊടുത്ത അദ്ദേഹം MLA ആയ വരിഷ്ഠനായ വ്യക്തിയാണ്. അതാണ് കാര്യം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ പാർട്ടിയുടെ ആളല്ലെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിരോധങ്ങൾ സൃഷ്ടിക്കുന്ന ആളുമാണ്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. വ്യക്തിപരമായിട്ട് തന്നെ ഗജപകയോടുകൂടി, ആനപ്പകയോടുകൂടി ആളുകളെ കൈകാര്യം ചെയ്യുന്ന ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളത് സുവിദിതമാണ്. അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ, G സുധാകരൻ്റെ കാര്യത്തിൽ ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ മലമ്പുഴയിൽ മത്സരിപ്പിക്കുമെന്ന് കോൺഗ്രസ് പറയുന്ന സുരേഷിൻ്റെ കാര്യത്തിലും നമ്മളത് കണ്ടതാണ്. TP ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഒരു ക്ലൈമാക്സ് നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ ആ തരത്തിലുള്ള ആണോ നമ്മൾ സ്ത്രീകളെ രക്ഷിക്കേണ്ടത്? നമ്മളുടെ മാനസിക ബോധ്യങ്ങളുടെയും ഇഷ്ടാനിഷ്ടങ്ങളുടെയും പശ്ചാത്തലത്തിലും അതിൻ്റെ ഒരു രീതിയിലും അത് വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു മുൻവിധിയോടുകൂടിയുമാണോ ഈ കാര്യത്തിൽ നമ്മൾ നയങ്ങൾ സ്വീകരിക്കേണ്ടത്? ഗവൺമെൻറ് ഇതുവരെ യാതൊരു കാര്യവും പറയുന്നില്ല. പിന്നെ എന്ത് സംഭവിച്ചു? വഴിപാട് പോലൊരു ചോദ്യം ചെയ്യൽ. അതിനപ്പുറം ഒന്നും ഇല്ലാത്ത രീതിയിലേക്ക് കേരളത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥിതി അധപ്പതിച്ചുവെങ്കിൽ അത് കേരളത്തിനെ നമ്പർ 1 ആക്കുന്നത് നിഷേധാത്മകമായിട്ടുള്ള കാര്യത്തിലാണെന്നുള്ളതിൽ യാതൊരു വിധമായ സംശയവുമില്ല. അതിക്രമം റിപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ കുറ്റവാളി അടുത്ത ഔദ്യോഗിക കർത്തവ്യം ഏറ്റെടുക്കാൻ ഭയപ്പെടുമായിരുന്നു. ഈ സംഭവം അയാളെ ഊണിലും ഉറക്കത്തിലും പിന്തുടരുമായിരുന്നു. ഇത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇദ്ദേഹം അപ്പോഴും വളരെ ബഹുമാനപ്പെട്ട, വളരെ ഓണറബിളായിട്ടുള്ളൊരു പൊസിഷൻ എടുത്തുകൊണ്ട് ആ പൊസിഷൻ നിലനിർത്തിക്കൊണ്ട് ആരാധ്യനായിട്ട് പത്രസമ്മേളനങ്ങളും നടത്തി പകൽമാന്യനായിട്ട് നടന്നേയും പകൽമാന്യന്മാർ അങ്ങനെ പലരും ഉണ്ട് ഈ കൂട്ടത്തിൽ. സ്ത്രീകളുടെ മൗനം കൊണ്ട് മാത്രം തടവറയിൽ നിന്ന് രക്ഷപ്പെടുന്ന പല മാന്യന്മാരും
ഉണ്ട് ഈ കൊച്ചു കേരളത്തിൽ. ഈ പറയുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന 25,000 കേസുകളാണ്. ആ 25,000-ന് വെളിയിൽ നിൽക്കുന്ന പല കേസുകളും ഉണ്ടെന്നുള്ള സത്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തെളിവുകൾ സമർപ്പിക്കേണ്ടത് എൻ്റെ ജോലിയല്ല. ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട്, ഇതിൻ്റെ തെളിവുകൾ അന്നേരം എടുക്കാനാണോ പോകുന്നത്? ഒരു സ്ത്രീ ആക്ഷേപിക്കപ്പെടുമ്പോൾ അതിൻ്റെ തെളിവുകൾ ഫോട്ടോ വെച്ചെടുക്കാനാണോ പോകുന്നത്? അതെങ്ങനെ രേഖപ്പെടുത്താൻ? DNA പരിശോധന അവർ നടത്തുമെന്നാണോ പറയുന്നത്? തെളിവുകൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ക്രമസമാധാന ചുമതല വഹിക്കുന്ന പോലീസിനാണുള്ളത്. അത് തീർച്ചയായിട്ടും അവർ തന്നെയാണ് ചെയ്യേണ്ടത്. അത് നിയമപ്രകാരം അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ അവർ ഇനി എന്ത് ചെയ്യണം? പരാതി കൊടുത്ത് അവർ പേരും വെളിപ്പെടുത്തി സ്വയം മുന്നോട്ട് വന്നു, ധൈര്യപൂർവ്വം തുറന്നു. എന്താണ് ഈ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നവർ? സിനിമാ രംഗത്തുള്ള ഒരു സ്ത്രീയാണല്ലോ, സിനിമയിലുണ്ടല്ലോ കൂട്ടായ്മകൾ, അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടായ്മകളുണ്ടല്ലോ, സ്ത്രീകളുടെ ഭാഗം, സ്ത്രീകളുടെ സ്ഥിതി മെച്ചപ്പെടുത്തും, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കും എന്ന് വാചാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘടനകളുണ്ടല്ലോ. വാക്കിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല എന്നാണ് ഇത് തെളിയിക്കുന്നത്. ഒരൊറ്റയാൾ ഇവരുടെ കാര്യത്തിലെ ഒരു കാര്യം എന്തായി എന്നൊരു ചോദ്യം പോലും ഉന്നയിക്കാത്തത് വളരെ വളരെ കുറ്റകരമായ മൗനം ആണെന്ന് മാത്രമേ പറയാറുള്ളൂ. ഈ സ്ത്രീ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതും കൂടെ പറയാം. എൻ്റെ ശബ്ദം നാളെ മറ്റൊരു സ്ത്രീക്ക് സംസാരിക്കാനുള്ള ഭയം കുറച്ചുകൂടി കുറയ്ക്കുമെന്ന് പ്രതീക്ഷയിലാണ് ഞാനിത് പറയുന്നത്. സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നവർ അതിൻ്റെ ഉത്തരവാദിത്തം ഏൽക്കണമെന്ന ആവശ്യം ഉയർത്താൻ കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. തീർച്ചയായും ഒരു ഇടതുപക്ഷ സഹചാരിയാണ്, ഇടതുപക്ഷ യാത്രക്കാരിയാണ്. അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമിയിൽ അവരെ വിളിക്കുകയില്ലായിരുന്നു, ഒരു പാനലിൻ്റെ അംഗമാക്കുകയില്ലായിരുന്നു എന്നുള്ളതുമുണ്ട്. അവർക്ക് പോലും രക്ഷയില്ല എന്നുള്ളത്. അവരെക്കാൾ ശക്തരായിട്ടുള്ള ആളുകൾ, സ്വാധീനമുള്ള ആളുകൾ മറുവശത്ത് വരുമ്പോൾ അവർ പോലും രക്ഷപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ തിളങ്ങുന്ന ഒരു ഉദാഹരണം കൂടിയാണ് ഈ സ്ത്രീയുടെ, ഈ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഒരു സ്ത്രീയുടെ അനുഭവം. കേരള സമൂഹത്തോട് അവർ അഭ്യർത്ഥിക്കുന്നത് സഹതാപമല്ല, അവർക്കതല്ല വേണ്ടത്, അനുതാപവുമല്ല, മറിച്ച് കേരളീയ സമൂഹത്തോട് ഞാൻ ഐക്യദാർഢ്യമാണ് അഭ്യർത്ഥിക്കുന്നത്. സോളിഡാരിറ്റി, സ്റ്റാൻഡ് ഇൻ സോളിഡാരിറ്റി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവരോടൊപ്പം നിൽക്കണം, അവളോടൊപ്പം നിൽക്കണം, ഇരയോടൊപ്പം നിൽക്കണം എന്ന് മാത്രമേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ. എന്താണ് ചെയ്യാൻ കഴിയുന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും ഇപ്പോഴും നിശ്ചയമില്ല. നമുക്കറിയാമല്ലോ ശബരിമല കേസിൻ്റെ അവസ്ഥ എന്തായിട്ടുള്ളൂ. കൂടുതൽ അഴിമതിയുടെ കഥകൾ പുറത്തു വരുന്നതല്ലാതെ ആരും ശിക്ഷിക്കപ്പെട്ടതായിട്ട് വരുന്നില്ല. ജാമ്യത്തിൽ ഓരോരുത്തരായിട്ട് ജാഥയായിട്ട് പോകുന്നതായിട്ട് ഇതിനോടകം 6 പേര് ജാമ്യത്തിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞു, സ്വതന്ത്രരായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു രാജ്യത്ത് പക്ഷേ ഒരു സോളിഡാരിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് സാധ്യമാണ്. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.